പലപ്പോഴും എന്തെങ്കിലുമൊക്കെ വ്യാജ വാർത്തകൾ ആളുകളിൽ നിന്ന് കേൾക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ജീവിതത്തിൽ ഇസ്ലാമികപരമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരാളെക്കുറിച്ച് നമ്മളിങ്ങനെ കേൾക്കാൻ, ആ കേൾക്കുന്ന മാത്രയിൽ തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ചിന്ത എന്താ? നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് നൂറിൻ്റെ 16-ാമത്തെ വചനത്തിൽ കാണാം, വലൗല ഇദ് സമിഅ്തുമൂഹു ഖുൽതും മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അലീം. ഇങ്ങനെ ഒരു മോശപ്പെട്ട വർത്തമാനം ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, നമ്മളെ ഏറ്റവും അടുത്ത ആളെക്കുറിച്ച് വേറെ ആളോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാളെ, നമ്മുടെ കുടുംബത്തെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ വേറെ ആരെങ്കിലും കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ഖുർആൻ പറയാണ്, അത് കേൾക്കുന്ന മാത്രയിൽ ഈമാനുള്ള മനുഷ്യർക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഇത് വെറും ഒരു വ്യാജവർദ്ധനാണ്. നമുക്ക് വ്യക്തമായ തെളിവില്ല. അയാൾ നമസ്കരിക്കുന്ന മനുഷ്യനാണ്, അയാൾ വിശ്വാസിയാണ്, അതുകൊണ്ട് അയാളിൽ നിന്ന് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് ആഗ്രഹിക്കേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് അങ്ങനെ എന്തുകൊണ്ട് പ്രഖ്യാപിച്ചുകൂടാ എന്നാണ് വിശുദ്ധ ഖുർആൻ അവിടെ ചോദിക്കുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂറത്തു ഹുജറാത്തിൻ്റെ നേരത്തെ പറഞ്ഞ ഇജ്തനിബു കസീറം മിനൽ ളന്നി എന്ന ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അല്ലാമ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു നിന്നുള്ള ഒരു ഇബാറത്ത് കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഉമർ റളിയല്ലാഹു പറയുന്നത്, അന്നഹു ഖാല വലാ തളുന്നന്ന ബികലിമത്തിൻ ഖറജത് മിൻ അഖീകൽ മുസ്ലിം ഇല്ലാ ഖൈറൻ. നിങ്ങളൊരു മുസ്ലിമിൻ്റെ വായിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു വർത്തമാനം കേട്ടു എന്ന് വിചാരിക്കുക. ആ സമയത്ത് നിങ്ങൾ എന്തു ചെയ്യണം? ആ കാര്യം അതോ ഇന്ന കാരണം കൊണ്ട് പറഞ്ഞതായിരിക്കും. നിങ്ങൾ അതിനൊരു നന്മയുടെ വ്യാഖ്യാനം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ വിചാരിക്കാൻ പാടുള്ളൂ? നന്മയെ വിചാരിക്കാൻ പാടുള്ളൂ. ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് മോശപ്പെട്ട എന്തെങ്കിലും ഒന്ന് കണ്ടു, അതേ പോസിറ്റീവ്. പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ച് പറഞ്ഞതറിയോ? ഒരു വിശ്വാസിയിൽ നിന്ന് ഒരു തിന്മ അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട കാര്യത്തെക്കുറിച്ച്, ഒരു വിശ്വാസിയെക്കുറിച്ച് അറിവുണ്ടായാൽ നിങ്ങൾ 70ഓളം ഉദർ അന്വേഷിക്കണം. എന്നിട്ട് എണ്ണി പറയുന്നുണ്ട്, അയാൾ അതാ അങ്ങനെ ആയിരിക്കില്ല, അത് സാധ്യതയില്ല, അതിന് 70ഓളം ഉദർ നിങ്ങൾ അന്വേഷിക്കണം. എന്നിട്ടും നിങ്ങൾക്കത് അല്ല, അയാൾ ആ കാര്യം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നെങ്കിൽ അപ്പോഴും നിങ്ങളത് വിശ്വസിക്കാൻ പാടില്ല എന്നാണ്. 71-ാമതായിട്ട് പറയേണ്ടത് അല്ലാഹു ആലം, അത് അള്ളാഹുവിന് വിടുന്നു എന്നതാണ്.